നമുക്ക് കാളിദാസനും രേണുക അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. പുതിയൊരു അതിഥിയും കൂടെയുണ്ട്. ആരാണ് ഇത്തവണ കൂടെയുള്ളത്? നമ്മുടെ കൂടെ ഒരു മോഹിനിയാട്ടി വന്നിട്ടുണ്ട്. മോഹിനിയാട്ടത്തിൽ മത്സരിച്ച് എ ഗ്രേഡ് നേടിയ ഹരിചന്ദ്രൻ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല, ഈ രേണു കേട്ടോ എന്നെ തെറ്റിച്ചേ. കേരള നടനോ ചുമ്മാ ഇനി തെറ്റിക്കരുത്. വേഷം കെട്ടിട്ട് തിരിച്ചറിയാത്തവരൊക്കെ ആരാ പിടിച്ച് ആങ്കിറക്കി എനിക്കറിയത്തില്ല. കേൾക്കണം, മോഹിനിയാട്ടമാണോന്ന് ചോദിച്ചവളാ ഇതിന് തൊട്ട് മുമ്പ്. ഇനിയിപ്പം കേരള നടൻ അതൊന്ന് കാണിക്കാം. കൂടെ രേണുകയുണ്ടെന്ന് പറഞ്ഞു നമ്മൾ, പക്ഷെ അത് കാണിക്കുന്നില്ല. രേണുക അങ്ങനെ കാണിക്കുന്നില്ല, കുട്ടിയെ മാത്രമാണ് കാണിക്കുന്നത്. വേണമെങ്കിൽ കളിച്ചോട്ടെ. മോളെ അടിപൊളിയായിട്ടുണ്ട്. നീ കൊള്ളത്തില്ല. അപ്പം എവിടുന്നായിരുന്നു? സെന്റ് മേരീസ് CGHSS എറണാകുളം. എറണാകുളത്തിന് ഇപ്പൊ എങ്ങനെയാ പോയിന്റ്? കപ്പടിക്കാൻ സാധ്യതയുണ്ടോ? എറണാകുളം അറിയില്ല, ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. 5ാമത്തെ സ്ഥാനത്ത് എറണാകുളം ജില്ലയുള്ളത്. ഇനി വേറെ ഏതെങ്കിലും മത്സരങ്ങൾ ബാക്കിയുണ്ടോ? ഇനി എനിക്ക് നാളെ ഭരതനാട്യമുണ്ട്. മെനഞ്ഞാന്ന് നടന്ന കുച്ചിപ്പുടിയിലും ഇന്ന് കേരള നടനത്തിലെ എ ഗ്രേഡാണ്. കുച്ചിപ്പുടിയിലും കേരള നടനത്തിനും എ ഗ്രേഡ്. ഇനി നാളെ ഭരതനാട്യം, അതിനും വാങ്ങണം എ ഗ്രേഡ്. അപ്പം ഇനിയിപ്പോൾ ഉള്ളത് എറണാകുളത്തിൻ്റെ ഹരിചന്ദനയുടെ എ ഗ്രേഡുകൾ തന്നെ എറണാകുളത്തിന് വലിയ രീതിയിൽ പോയിന്റ് കൂടിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നാളത്തെ ഭരതനാട്യം കഴിഞ്ഞ് എന്തായാലും ഒരു എ ഗ്രേഡ് തന്നെ അല്ലേ? എ ഗ്രേഡ് വാങ്ങണം. രേണുകയും മനോഹരമായി തന്നെ ചുവടുവെച്ചു. കലോത്സവത്തിന് വേണ്ടി പോയിട്ടുള്ള കേരള വിഷന്റെ പ്രതിനിധികളിൽ ഏറെക്കുറെ എല്ലാവരും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചെടുത്തിട്ടാണ് തിരിച്ചു വരാൻ പോകുന്നത് എന്നതിൽ സന്തോഷം. എന്തായാലും ഇപ്പോൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകരൊക്കെ ഏറ്റവും കാത്തിരുന്നിട്ടുള്ള ഒരു ഐറ്റമാണ് മൂകാഭിനയം അഥവാ മൈം എന്ന് പറയുന്നത്. ഇപ്പോൾ മൈമിന്റെ കുറച്ച് മത്സരാർത്ഥികളുമായി നവീൻ അവിടെ സെറ്റാണ്. മൈമിന്റെ കൂട്ടുകാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് അവർക്ക് പറയാനുള്ള വിശേഷങ്ങൾ എന്ന് കാണാം.